ഗായ്സ്, ഇന്ന് എനിക്കൊരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കായി റെഡി ആയത് അമ്മേനെയും കൂട്ടി നമ്മൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ വിളിച്ചു വരുത്തി നമ്മൾ അച്ഛൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പിലായിരുന്നു ബ്രൈഡിൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് കുറേ ദൂരമൊന്നും ട്രാവൽ ചെയ്യാനില്ല. അങ്ങനെ നമ്മൾ ഓട്ടോ എടുത്തു പോയി. പിന്നെ നമ്മൾ അവിടെ എത്തിയ സമയത്ത് ബ്രൈഡ് ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ബ്രൈഡ് വരുമ്പോഴത്തേക്ക് എല്ലാ സാധനവും എടുത്തു വെക്കാൻ വെച്ചപ്പോൾ എന്തോ ഒന്ന് കയ്യിൽ നിന്ന് തെറിച്ചുപോയി. പിന്നെ ഞാൻ കട്ടലൊക്കെ നീക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും നിരത്തി വെക്കാണ്. നമ്മളിങ്ങനെ എല്ലാ ഐറ്റംസും നിരത്തി വെച്ചാലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്കൊരു 2 hour എങ്ങാനൊരു മേക്കപ്പിന് ഉണ്ടാവുള്ളൂ. എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ഒരു ടൈം ആകും ഗൈസ്. പിന്നെ നമ്മൾ പൂ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഏകദേശം നിരത്തി വെച്ചിട്ടുണ്ട്, മെയിനായിട്ട് ആവശ്യമുള്ള ഐറ്റംസൊക്കെ. പിന്നെ ഇതാണ് ബ്രൈഡിൻ്റെ ഡ്രസ്സ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ബ്രൈഡ്സിൻ്റെ ഡ്രസ്സിനൊക്കെ ഒടുക്കത്തെ വെയിറ്റാണ് ഗൈസ്. അമ്മ ഇങ്ങനെ നോക്കി പറയുന്നത് എങ്ങനെയായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രൈഡ് എത്തി. മേഘ എന്നാണ് ബ്രൈഡിൻ്റെ പേര്. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു അടിപൊളി ബ്രൈഡായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ എപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മളൊരു പെൺകുട്ടീൻ്റെ കല്യാണ ആവശ്യത്തിന് പുറപ്പെടുക്കല്ലേ, അപ്പോൾ അത്രയും നമ്മൾ ഇതാക്കിയിട്ടാണ് പുറപ്പെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ബ്രൈഡിനെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ബ്രൈഡ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മിനിമലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ മതി എന്നുള്ളത്. മാക്സിമം കല്യാണമല്ല മിനിമലായിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ആളുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം ഭയങ്കര എന്താ പറയുക, മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ ഹെയർ സ്റ്റൈലിലോട്ട് കയറി. ആൾക്കുള്ള ഒരൊറ്റ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഹെയർ അതേപോലെ തന്നെ വേണം, എക്സ്റ്റൻഷൻസോ കാര്യങ്ങളോ ഒന്നും വെക്കണ്ട. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ട്രിമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സോ ആളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാനും ഹാപ്പിയായി. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു ആളെ കാണാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലൊരു ലുക്ക് കാണാൻ വേണ്ടി. നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞാനും അമ്മയും വീട്ടിലോട്ട് പോകുന്നിടയ്ക്ക് ഒരു ലൈമ് കുടിച്ചു ഗൈസ്. അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് നേരം ബേക്കറിയിൽ കഥയൊക്കെ പറഞ്ഞിരുന്നു നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.